നമസ്കാരം, ഞാൻ ബേസിൽ ബേബി. നമ്മുടെ ചാനലായ ബിഗ് ടോയ്സ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്നൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ്. എനിക്ക് ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ടമാനം എൻക്വയറീസ് എനിക്ക് വന്നു. അതായത് എൻക്വയറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ജോലി എനിക്കുണ്ട്, എൻ്റെ ജോലിയിൽ നിന്ന് എനിക്ക് കൃത്യമായ സ്ഥിര വരുമാനമുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ സമ്പാദ്യം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഓൾമോസ്റ്റ് തീർന്ന മട്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ, അതായത് മാസം EMI എനിക്ക് കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റും, പക്ഷേ എൻ്റെ കയ്യിലൊരു ഡൗൺ പേയ്മെൻറ്റ് എടുക്കാനില്ല. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന വാഹനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഏതായിരിക്കും നല്ലത്, അങ്ങനെയുള്ളൊരു ചോദ്യങ്ങൾ എനിക്ക് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിനുള്ളൊരു ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. 0 ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം, എല്ലാ അർത്ഥത്തിലും, അതായത് പാരമ്പര്യത്തിൻ്റെ കാര്യത്തിലും സുരക്ഷയുടെ കാര്യത്തിലും ചെറിയ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലും ഇന്ധനക്ഷമതയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വാഹനം. ആ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആ വാഹനത്തെ പരിചയപ്പെടുത്താം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം സാൻഡ്രോയാണ്. സാൻഡ്രോയെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1998 ടോൾ ബോയ് ഡിസൈനായിട്ട് വന്നിട്ട് ഇന്ത്യക്കാരെ മൊത്തം ഞെട്ടിച്ച് കളഞ്ഞൊരു വാഹനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്നും എസ്റ്റിമും ഒക്കെ അടക്കി വേണ്ടിയിരുന്ന കാലത്ത് അവിടേക്ക് ഒരു പ്രത്യേക ഡിസൈൻ, ഈ ടോൾ ബോയ് ഡിസൈൻ നമ്മളങ്ങനെ അധികാരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇതെന്ത് സംഗതിയാണ്, ഇത് എന്ത് രൂപമാണ് നമ്മൾ ചിന്തിച്ച് പലരും ഇഷ്ടപ്പെടാത്ത രീതിയിൽ വരെ സംസാരിച്ചൊരു വാഹനമാണിത്. പക്ഷേ പതിയെ ഇന്ത്യക്കാരൻ്റെ ഹൃദയത്തിലേക്ക് ഈ വാഹനം ചേക്കേറി. അതേപോലെ തന്നെ നമ്മുടെ പലരും പ്രിയപ്പെട്ട വാഹനമായിട്ട് മാറി. പല സമയങ്ങളിലും കാർ ഓഫ് ഇന്ത്യ, അത്തരത്തിൽ കാർ ഓഫ് ദ ഇയർ അവാർഡുകൾ വാരിക്കൂട്ടിയൊരു വാഹനമായിരുന്നു ഈ സാൻഡ്രോ. അങ്ങനെ 2014 ഈ വാഹനം ഡിസ്കണ്ടിന്യൂഡായി. അതിനുശേഷം 2018 വീണ്ടും വന്നിരിക്കുന്നു. ആ മൂന്നാം തലമുറയിൽപ്പെട്ട സാൻഡ്രോയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ആദ്യം തന്നെ വരുവാണെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് വ്രാപ്പ് അറൗണ്ട് ഹെഡ്ലൈറ്റാണ് വരുന്നത്. അത് നമുക്ക് രാത്രി കാഴ്ച നമ്മുടെ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വ്രാപ്പ് അറൗണ്ട് ഹെഡ്ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ താഴെയായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫോഗ് ലാമ്പ് ഉണ്ട്. ഇത് നമുക്ക് ഈ ഗ്രില്ല് വന്നിട്ട് കാസ്കേഡ് ഗ്രില്ലാണ് ഇതിനകത്ത് വരുന്നത്. അതിൻ്റെ ഔട്ടർ ക്രോം ഫിനിഷാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു സെൻട്രലായിട്ട് നമുക്ക് ഹുണ്ടായുടെ തികച്ച് നല്ല വലിപ്പമുള്ള ഒരു ബാഡ്ജിങ് ഉണ്ട്. അതിനുശേഷം നല്ലൊരു പവർ ലൈൻ, ഒരു ബോഡി ലൈൻ, നമുക്കൊരു നല്ലൊരു ബോഡി ലൈൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ സാൻഡ്രോയുടെ ഇൻറ്റീരിയറിലേക്ക് നോക്കാം. ആദ്യം തന്നെ വരുവാണെങ്കിൽ നമുക്ക് ഡ്യുവൽ ടോൺ ഡോർ പാഡാണ് വരുന്നത്. അതായത് നമുക്ക് ബീച്ച് കളറും ബ്ലാക്ക് കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. അതേപോലെ തന്നെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു കാര്യം ഈ സാൻഡ്രോയിൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ സാൻഡ്രോ എക്സോയിലൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഡോറിൻ്റെ പവർ വിൻഡോയും ഓൾറെഡി ഡ്രൈവർ സൈഡിലാണ് സ്ഥാപിച്ചിരുന്നത്. അത് നേരെ എടുത്തിട്ട് സെൻട്രൽ കൺസോളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, അതേപോലെ സ്പീക്കറുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിലേക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾസിൽ ആദ്യം മോഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് എല്ലാം, അതായത് മ്യൂട്ട്, വോളിയം കൂട്ടാൻ, വോളിയം കുറയ്ക്കാൻ, കോൾ എടുക്കാൻ, കോൾ കട്ട് ചെയ്യാൻ, വോയിസ് കമാൻഡ്. നമുക്ക് ക്ലസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ ക്ലസ്റ്റർ വന്നിട്ട് RPM-ഉം സ്പീഡോമീറ്ററും വന്നിട്ട് അനലോഗാണ്, അതായത് സൂചിയുള്ള മീറ്ററാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള സംഗതികളെല്ലാം നമുക്ക് ഡിജിറ്റലാണ്, അതായത് ചെറിയൊരു ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടി, എത്ര കിലോമീറ്റർ ഓടും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് സൈഡ് മിററിൻ്റെ കൺട്രോളെല്ലാം നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിലുണ്ട്. അതായത് നമുക്ക് മിററിൻ്റെ അഡ്ജസ്റ്ററാണ് ഇതിനകത്തുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്ററും ഈ സൈഡിലുണ്ട്. പിന്നെ വരുവാണെങ്കിൽ ഇതിൻ്റെ ഡാഷിൻ്റെ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുണ്ട്. അതായത് ഡ്യുവൽ ടോണാണ് അതും വരുന്നത്. ബീച്ച് കളറും ബ്ലാക്ക് കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. അതേപോലെ AC വെൻറ്റുകളാണെങ്കിലും ഈ പറയുന്ന ഒരു ഗോൾഡൻ ടച്ച് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതും വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അങ്ങനെ എല്ലാവിധമായ സംവിധാനങ്ങളും ഉണ്ട്. നമുക്ക് പെൻഡ്രൈവ് കുത്തി നമുക്കൊരു വീഡിയോ കാണാം, പിക്ചർ കാണാം, A to Z എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അതിന് താഴെ വരുന്നത് നമുക്ക് ഹസാർഡ് ബട്ടൺ ഉണ്ട്, AC-യുടെ ബട്ടണുണ്ട്. അത് നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. പിന്നെ നമുക്ക് AC-യുടെ കൺട്രോൾസ് എല്ലാം സാധാ നോബ്സാണ് വരുന്നത്.
അതിന് താഴെ നമുക്കൊരു പവർ സോക്കറ്റ് 12 വോൾട്ട് 120 വാട്ടിൻ്റെ ഒരു പവർ സോക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഗിയർ കൺസോൾ ആണെങ്കിലും വളരെ മനോഹരമായിട്ടുണ്ട്. അതിന് ചുറ്റും നമുക്കൊരു ഗോൾഡൻ കളറിൽ ഒരു ഗോൾഡൻ കളറിൽ അത് കവർ ചെയ്തിട്ടുണ്ട്. അതിന് താഴെയാണ് നമുക്ക് സ്വിച്ച് വരുന്നത്. നമുക്ക് പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് എല്ലാം അതിന് സ്വിച്ചസ് എല്ലാം അതിന് താഴെയാണ് വരുന്നത്. പിന്നെ അല്പം താഴെയായിട്ട് നമുക്കിതിന് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് ഗിയർ ലിവർ ഉണ്ട്. ആ സെൻട്രൽ കൺസോൾ ആണെങ്കിലും വളരെ വൃത്തിയായിട്ട് നമുക്ക് പോകുന്നുണ്ട്. നമുക്കിതിൻ്റെ സീറ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഉണ്ടല്ലോ, സീറ്റ് വന്നിട്ട് ഫാബ്രിക് സീറ്റാണ്, ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. ഈ ബീച്ച് കളർ ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് വരുന്നത്. അതുപോലെ സീറ്റ് നമ്മുടെ പണ്ടത്തെ സാൻഡ്രോ ഉപയോഗിച്ചിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അതേപോലെ നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, നല്ല വിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഈ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റർ ഇല്ല. പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റർ ഇല്ലാത്തതിന് ഒരു കാരണം കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറംകാഴ്ച കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്ലാസ് അത്യാവശ്യം വലുതാക്കിയിട്ടുണ്ട്, അല്പം താഴേക്ക് വന്നിട്ടുണ്ട്. കാരണം ഇതിൽ ഹൈറ്റ് അഡ്ജസ്റ്ററിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ഈ വാഹനത്തിൽ എത്ര ഉയരം കുറഞ്ഞവർക്കും നല്ലൊരു മികച്ച പുറംകാഴ്ച നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലൗ ബോക്സിന് ലെഫ്റ്റ് സൈഡിൽ ഗ്ലൗ ബോക്സിന് മേലെയായിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നല്ല രസമായിട്ടത് നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്താലും നമുക്ക് എടുത്ത് വയ്ക്കാൻ പാകത്തിന് നല്ല ഭംഗിയുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതേപോലെ തെറ്റില്ലാത്ത ബീച്ച് ഫിനിഷിൽ നല്ലൊരു ഗ്ലൗ ബോക്സ് ഇതിനകത്തുണ്ട്. നമുക്ക് ഈ സാൻഡ്രോയുടെ ഉണ്ടല്ലോ റിയർ സീറ്റിലേക്ക് വരുവാണെങ്കിൽ അതിഗംഭീരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തൈ സപ്പോർട്ടും അത്യാവശ്യം നല്ലൊരു ലെഗ് റൂമും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ സാൻഡ്രോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായി എന്നെപ്പോലെ സൈസായിട്ട് ഒരാൾക്കതാ ഇങ്ങനെ ഇരിക്കുക. നല്ല ലെഗ് റൂമുണ്ട്. അതേപോലെ തന്നെ ഡോർ പാഡ് വരുന്ന ഡ്യുവൽ ടോൺ ആണ്. ഇവിടെ നമുക്ക് പവർ വിൻഡോയുടെ സ്വിച്ച് ഉണ്ട്. താഴെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, സ്പീക്കറുണ്ട്. പിന്നെ സാൻഡ്രോ ഒരു ചെറിയ വണ്ടിയാണെങ്കിലും ഈ ചെറിയ വണ്ടി വാങ്ങുന്നവരെയും സാൻഡ്രോ ഹുണ്ടായി നല്ല രീതിയിൽ മാനിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ നമുക്കൊരു AC വെൻ്റ് ഉണ്ട്. അത് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ഗ്രിപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സീറ്റ് വരുന്നത് ഡ്യുവൽ ടോണിലാണ്. ഈ സീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നല്ല തൈ സപ്പോർട്ടും നല്ലൊരു പെർഫെക്റ്റ് സീറ്റിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ സാൻഡ്രോയുടെ ഉണ്ടല്ലോ ടയർ സൈഡിലേക്ക് പോകാം. ഇതിൻ്റെ ടയർ വന്നിട്ട് 165 76 14 ടയറാണ് വരുന്നത്. അതേപോലെ നല്ല മനോഹരമായ ഒരു വീൽ ക്യാപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ സാൻഡ്രോയുടെ ഉണ്ടല്ലോ സൈഡ് പ്രൊഫൈലും നോക്കാം. നമുക്ക് ആദ്യം തന്നെ വരിക ഇവിടെ ഒരു ബൂമറാങ് ഡിസൈനാണ്. ഫ്രണ്ടിൽ ഫെൻഡറിൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമുക്ക് ഫ്രണ്ട് ഡോറിൽ തീരുന്ന രീതിയിൽ അതിന് മേലെയായിട്ട് നമുക്ക് സൈഡ് മിററുണ്ട്. അതിൽ നമുക്ക് ബോഡി കളറാണ് വരുന്നത്. അതുപോലെ അതിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ തൊട്ട് താഴെയായിട്ട് റണ്ണിങ് ബോർഡിന് പാരലായിട്ട് നമുക്കൊരു നല്ലൊരു ലൈൻ ഒരു പവർ ലൈൻ വരുന്നുണ്ട്. വളരെ ഭംഗിയാണ്. പിന്നെ നല്ലൊരു കാര്യം, ഒരു അടിപൊളി കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ ഹുണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല ആളുകളും നമുക്കിപ്പോൾ ഹയർ റേഞ്ചിലേക്ക് മലകളൊക്കെ കയറി പോകുന്ന നേരത്ത് 2 കറക്കം കറങ്ങുമ്പോൾ ഒരുമാതിരിപ്പെട്ട വാഹനങ്ങളിൽ എല്ലാവർക്കും തന്നെ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി വരും. ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ടോ ഈ ലൈൻ ഇങ്ങനെ നമുക്ക് ഇച്ചിരി താഴത്തേക്ക് ഒന്ന് വളച്ചങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു ഗ്ലാസ് ഏരിയ കിട്ടുക. കാരണം നമുക്കൊരു പെർഫെക്റ്റ് പുറംകാഴ്ച നമുക്ക് കിട്ടുക. ഒരു പരിധി വരെയുള്ള നമ്മുടെ വൊമിറ്റിംഗ് ടെൻഡൻസി നമുക്ക് ഈ ഒരു നല്ലൊരു പുറംകാഴ്ച പുറത്തേക്ക് കിട്ടുന്നതുകൊണ്ട്, വലിയ തടസ്സങ്ങളില്ലാത്തൊരു പുറംകാഴ്ച പുറത്തേക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒഴിവാക്കി കിട്ടും. അതൊരു വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സാൻഡ്രോയുടെ റിയർ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഉണ്ടല്ലോ അതിമനോഹരമായിട്ടുള്ള, അതായത് ആസ് യൂഷ്വൽ നമുക്ക് ടെയിൽ ലാമ്പുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു ഗ്ലാസ് ഏരിയ ഉണ്ട്. അതായത് ഇത് സ്പോർട്സാണ്. ഇതിൻ്റെ ടോപ്പ് എൻഡ് ആയ ആസ്തയ്ക്കകത്ത് ഡിഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്. മേലെ നമുക്കൊരു ഹൈ വാർണിംഗ് സ്റ്റോപ്പ് ലാമ്പുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് താഴെ റിവേഴ്സ് സെൻസർ, പിന്നെ നല്ല രീതിയിൽ ലോവർ ലിപ്പ് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ഹുണ്ടായി അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് സാമാന്യം തരക്കേടില്ലാത്ത വലുപ്പത്തിൽ ഹുണ്ടായുടെ ഒരു ലോഗോയുണ്ട്. നമുക്ക് ഈ സാൻഡ്രോയുടെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. 235 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് വരുന്നത്. അതേപോലെ തന്നെ നല്ല മനോഹരമായൊരു പാഴ്സൽ ട്രേ ഉണ്ട്. ഹൈലി ഇൻസുലേറ്റഡ് ആണ് ഇതിൻ്റെ ബൂട്ട് വരുന്നത്. നമുക്ക് ഈ സാൻഡ്രോയുടെ ഉണ്ടല്ലോ എഞ്ചിൻ സൈഡിലേക്ക് വരുവാണെങ്കിൽ 1.1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അതേപോലെ തന്നെ 69 PS ആണ് ഇതിൻ്റെ കരുത്ത്. RI പറയുന്നത് 20.3 ഇതിൻ്റെ മൈലേജ് പറയുന്നത്. ഒരു മികച്ച ഫ്യൂവൽ എഫിഷ്യൻസിയാണ് തരുന്നത്. അതുകൊണ്ട് ഈ വാഹനത്തെ ഒരു പെർഫെക്റ്റ് ഫാമിലി കാർ എന്ന് വിളിക്കാം. നമുക്ക് ഹുണ്ടായി ഉണ്ടല്ലോ ഈ സാൻഡ്രോയിൽ എടുത്തു പറയത്തക്ക വിധത്തിൽ 3-4 കാര്യങ്ങൾ സുരക്ഷയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ പറയുവാണെങ്കിൽ നമുക്ക് ഈ എഞ്ചിനകത്ത് എഞ്ചിൻ കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു സൂത്രമുണ്ട്. അതായത് ഇപ്പോൾ ഒരു വലിയൊരു അപകടം നടക്കുന്ന സമയത്ത് ഈ എഞ്ചിൻ നേരെ ക്യാബിനിലേക്ക് ഇടിച്ചു കയറി വലിയ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എഞ്ചിൻ കട്ട് ഓഫ്, അതായത് വലിയൊരു അപകടമാണ് നടക്കുന്നതെങ്കിൽ ഈ എഞ്ചിൻ നേരെ അത് മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡിസൈനിലാണ്. ആ മൗണ്ട് പൊട്ടിയിട്ട് നേരെ താഴേക്ക് ഇരിക്കും. അതായത് നേരെ താഴേക്ക് പോകുള്ളൂ, ഒരിക്കലും ഇടിച്ച് അകത്തോട്ട് കയറി വരില്ല. പിന്നെ രണ്ടാമത് ഇതിൻ്റെ സ്ട്രെച്ചറിന് വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് 63% ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഒരു ഇടിക്കൊന്നും അകത്തേക്ക് കയറി വരില്ല എന്നർത്ഥം. നമുക്കിത് 7 നിറഭേദങ്ങളിൽ ലഭ്യമാണ്. നമുക്ക് ഈ സാൻഡ്രോയുടെ വില നിലവാരത്തിലേക്കൊന്ന് പോവാം. 4,68,000 രൂപ മുതലാണ് ഈ സാൻഡ്രോയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എക്സ്-ഷോറൂം പ്രൈസാണ്. ഈ സാൻഡ്രോയിൽ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻറ്റും ഉണ്ട്, മാനുവൽ വേരിയൻറ്റും ഉണ്ട്. ഏകദേശം 1 ലിറ്ററിന് 20 കിലോമീറ്ററോളം ഇതിന് മൈലേജ് ഉണ്ട്. അതേപോലെ ആകർഷകമായ എക്സ്ചേഞ്ച് സൗകര്യവും നമുക്ക് ഹുണ്ടായി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫിനാൻസ് അവൈലബിലിറ്റി,
ഞാൻ ആദ്യമേ പറഞ്ഞു 0 ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം. ഈ അപ് ടു 7 ഇയേഴ്സ് 7 വർഷം വരെ നമുക്ക് കാലാവധിയുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞ EMI 1550 രൂപയാണ് 7 വർഷത്തേക്ക്. കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെട്ട നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എനിക്ക് ഇന്ന് കുറച്ച് ആളുകളോട് നന്ദി പറയാനുണ്ട്. എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് പോപ്പുലർ ഹുണ്ടായി മൂവാറ്റുപുഴയാണ്. എനിക്ക് ഈ വാഹനം റിവ്യൂവിന് തന്നിരിക്കുന്നത് പോപ്പുലർ ഹുണ്ടായിയാണ്. പിന്നെ നമുക്ക് ജോബി സാറുണ്ട്, ഷിഹാബുദ്ദീനുണ്ട്. കാരണം ഈ മോശം കാലാവസ്ഥയിലും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നിരിക്കുന്ന ഇവരാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടെ ഉണ്ടാകണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ എനിക്ക് നിങ്ങളുടെ കമൻറ്റ് എനിക്ക് വേണം. കാരണം എൻ്റെ വളർച്ചയ്ക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടിയേ തീരൂ. വീണ്ടും സന്ധിക്കും വരെ വണക്കം.